എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളതും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അതും നല്ല കുറുകിയ ചാറോറക്കിനോട് കൂടിയിട്ടുള്ള ഒരു കടലക്കറി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. തേങ്ങ അരയ്ക്കാതെയാണ് ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു ഗ്ലാസ് കടല ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് ഞാനൊരു കുക്കറിലേക്ക് ഇടുകയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. അതായത് ഒരു സബോള, അതുപോലെ ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരു 3 അല്ലി വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ചേർക്കുന്നത് കടലയായ കാരണം കൊണ്ട് മാത്രമാണ്, ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ചേർക്കണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ സബോളയും പച്ചമുളകും അതുപോലെ നമ്മുടെ തക്കാളിയും അതുപോലെ വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് വേണ്ടാന്ന് വയ്ക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഉപ്പാണ് ചേർക്കുന്നത് കേട്ടോ. കല്ലുപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടുള്ളവർ പറയും ഇങ്ങനെ കടലയൊക്കെ വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പൊന്നും ചേർക്കരുത്, വെന്തതിന് ശേഷം വേണം ചേർക്കാനെന്ന്. നമ്മളിത് കുക്കറിൽ വെക്കണ കാരണം കൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കടലയ്ക്ക്. അതിനുശേഷം ഞാനിതിനെ തൊട്ട് മുകളിലേക്ക് വരെ വെള്ളം ഒഴിച്ചതിന് ശേഷം വിസിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു 4 വിസിലാണ് കേട്ടോ. അത് ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിരിക്കും. അതിനുശേഷം അതിന് ടൈമിൽ നമ്മളൊരു പാത്രത്തിലേക്ക് ഞാനൊരു 1.5 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്, ടേബിൾ സ്പൂണാണ് കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ 2 ടേബിൾ സ്പൂൺ ഞാൻ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. മല്ലിപ്പൊടിയാണ് ഈ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. നമ്മുടെ കറി കുറുകി വരാനുള്ള ഒരു മെയിൻ കാരണം ഇങ്ങനെ ഈ വെള്ളം ചേർത്തൊന്ന് മിക്സ് ആക്കുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മളൊരു മൺചട്ടിയോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ കുറച്ച് ഐറ്റംസ് ചേർക്കാണ്ട്, അതാണ് തേങ്ങാക്കൊത്ത്, അതുപോലെ വറ്റൽമുളക്, ചുവന്നുള്ളി, വേപ്പിൻ്റെ ഇല കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ചട്ടി നല്ല പാകമായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു നാടൻ വിഭവം കൂടി ആയ കാരണം വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 1 സ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷമാണ് ഇനിയിപ്പോൾ പറയണ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടത്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകം ഞാൻ ചേർത്തിട്ടുണ്ട്. നല്ല ജീരകം അല്ല കേട്ടോ, പെരിഞ്ജീരകമാണ്, അത് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു ഏലക്കായും ഒരു കരയാമ്പും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കസ്കസാണ് ഞാൻ ചേർക്കണത്. നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാലോ കസ്കസ ചെറിയ ചെറിയ മണി പോലുള്ള സാധനം, അതാണ് ചേർക്കുന്നത്, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. അതിലേക്ക് ഇനി ഞാൻ നമ്മുടെ വറ്റൽമുളകാണ് ചേർക്കുന്നത്. ഒരു 2 വറ്റൽമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങാക്കൊത്താണ് കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്ത് ഈ കറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ തേങ്ങാക്കൊത്ത് ഒന്ന് അപ്പം തന്നെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. എന്നിട്ട് വേണം നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ചുവന്നുള്ളി ചേർക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് ഇട്ട് കഴിക്കുമ്പോഴല്ലോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ചുവന്നുള്ളിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. 2 കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കുക കേട്ടോ. നാടൻ വിഭവത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണല്ലോ നമ്മുടെ കറിവേപ്പിലയൊക്കെ. അപ്പോൾ ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ ആ മസാലക്കൂട്ട്, അത് ഇതിലേക്ക് ചേർക്കുക കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം നല്ലതായിരിക്കും, കാരണം നല്ല മുളകിൻ്റെ ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നിങ്ങൾക്ക് എരിവ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്താലും മതി. നന്നായിട്ട് അവിടെ യോജിപ്പിക്കുക. ആ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ കടലയൊക്കെ വെന്തോന്ന് നോക്കണം കേട്ടോ. കടലയൊക്കെ നന്നായിട്ട് വേവണം, എന്നാലാണ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. അഥവാ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 വിസിലും കൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ എൻ്റെ കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതേ ഇനി ഒന്നുമില്ല, നമ്മുടെ കടല ചേർക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് കടലയുടെ ആ വെള്ളം ഉണ്ടല്ലോ അതാണ് ഞാൻ ചേർക്കണത്. ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി മാത്രം കേട്ടോ. ആ മിക്സൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ വെള്ളം ചേർത്തിട്ടുള്ളത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട, ആ കടലയിലുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കുക, ഒരൊറ്റ മിനിറ്റ് കേട്ടോ. അപ്പോഴേക്കും നന്നായിട്ടിത് തിളച്ച് കിട്ടും. അതിനുശേഷം
നമ്മുടെ കുക്കറിലുള്ള ബാക്കി കടലകളുണ്ടല്ലോ അതാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് കേട്ടോ. അതിനുശേഷം കുറച്ച് കടല എടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് അരച്ച് ചേർക്കാവുന്നതാണ്. അതിനിപ്പോൾ മിക്സിയുടെ ജാറിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ആ കുക്കറിലേക്ക് തന്നെ കുറച്ച് കടല എടുത്തിട്ട് ഒന്ന് നമ്മുടെ ആ കയ്യിലോണ്ട് തന്നെ ഒന്ന് എന്താ പറയുക ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. നമ്മുടെ കടലക്കറി തിളച്ച് വന്നു കഴിഞ്ഞാണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേറെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കാച്ചി അങ്ങനെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളാണ്. ഇത് വീഡിയോ ആയ കാരണമാണ് ഇത്രയും ലെങ്ത് ആയത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ്. അപ്പോൾ നമ്മുടെ പുട്ടിലും ചോറിലൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി കറിയാണ് കേട്ടോ.